ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC ബേസിക്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അമേരിക്കൻ വിപ്ലവത്തെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മൾ വേൾഡ് ഹിസ്റ്ററിയിൽ കുറെ വിപ്ലവങ്ങൾ ഡിസ്കസ് ചെയ്തു. അപ്പൊ അതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് അവൈലബിൾ ആണ്. നോട്ട്സുകൾ വേണമെങ്കിൽ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. നോട്ട്സുകളും അവൈലബിൾ ആണ്. അപ്പൊ അമേരിക്കൻ വിപ്ലവം പഠിക്കുമ്പോൾ നമ്മൾ വളരെ ഡീപ്പായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കണം. അത് കഴിഞ്ഞിട്ട് PSC ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, ക്ലാസ്സിലേക്ക് കടക്കാം. 16-ാം നൂറ്റാണ്ടിന്റെ ആരംഭം മുതൽ യൂറോപ്പിൽ നിന്ന് വടക്കേ അമേരിക്കയിലേക്ക് ജനങ്ങൾ കുടിയേറാൻ തുടങ്ങി. എങ്ങനെയാണ് യൂറോപ്പിലുള്ള ജനങ്ങൾ എന്ത് ചെയ്തു? 16-ാം നൂറ്റാണ്ടിന്റെ ആരംഭം മുതൽ യൂറോപ്പിൽ നിന്ന് വടക്കേ അമേരിക്കയിലേക്ക് കുടിയേറാൻ തുടങ്ങി. ഇവരുടെ ഉദ്ദേശം എന്താണ്? കുടിയേറ്റത്തിന്റെ പ്രധാന ലക്ഷ്യം വിഭവങ്ങൾ കൈയടക്കുക എന്നതാണ്. 18-ാം നൂറ്റാണ്ടോടെ, 16-ാം നൂറ്റാണ്ട് മുതലാണ് യൂറോപ്പിൽ നിന്ന് വന്നു തുടങ്ങിയത്. 18-ാം നൂറ്റാണ്ടോടെ ഇംഗ്ലണ്ട് വടക്കേ അമേരിക്കയുടെ കിഴക്കൻ തീരങ്ങളിൽ 13 കോളനികൾ സ്ഥാപിച്ചു. വളരെ ഇമ്പോർട്ടന്റ് ആണ്. എത്ര കോളനികളാണ് സ്ഥാപിച്ചത്? 13 കോളനികൾ അമേരിക്കയുടെ കിഴക്കൻ തീരങ്ങളിൽ ആര് സ്ഥാപിച്ചു? 18-ാം നൂറ്റാണ്ടില് ഇംഗ്ലണ്ട് സ്ഥാപിച്ചു. തങ്ങളുടെ വ്യവസായങ്ങൾക്കുള്ള അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കാനുള്ള കേന്ദ്രമായും ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള കമ്പോളമായിട്ടാണ് ഈ 13 കോളനികളെ, അമേരിക്കൻ കോളനികളെ ഇംഗ്ലീഷുകാർ കണക്കാക്കിയത്. വടക്കേ അമേരിക്കയിലെ ബ്രിട്ടന്റെ 13 കോളനികൾ മാതൃരാജ്യമായ ഇംഗ്ലണ്ടിന്റെ നയങ്ങൾക്കും നിയമങ്ങൾക്കുമെതിരെ പ്രതികരിക്കാൻ 1774-ൽ ജോർജിയ ഒഴികെയുള്ള കോളനികളുടെ പ്രതിനിധികള് എവിടെ സമ്മേളിച്ചു? ഫിലാഡൽഫിയയിൽ സമ്മേളിച്ചു. അപ്പോ എങ്ങനെയാണ്? വടക്കേ അമേരിക്കയിൽ ബ്രിട്ടന്റെ 13 കോളനികളുണ്ട്. ഈ 13 കോളനികളും മാതൃരാജ്യമായ ഇംഗ്ലണ്ടിന്റെ നയങ്ങളും നിയമങ്ങളും ുമെതിരെ പ്രതികരിക്കാൻ തീരുമാനിച്ചു. അതിനകത്ത് ഒരു രാജ്യം മാത്രം, ഒരു കോളനി മാത്രം വിട്ടുനിന്നു. അത് ജോർജിയ എന്ന കോളനിയാണ്. ഇവരെന്നിട്ട് 1774-ല് ഇതിനെതിരെ പ്രതികരിക്കുന്നതിന് വേണ്ടിയിട്ട് ഫിലാഡൽഫിയയിൽ സമ്മേളിച്ചു. ഇതാണ് ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് എന്നറിയപ്പെടുന്നത്. അപ്പൊ അമേരിക്കൻ വിപ്ലവവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ്. ഇത് നടന്നത് എന്നാണ്? 1774-ലാണ്. ഇതിൽ പങ്കെടുക്കാതിരുന്ന കോളനി ഏതാണ്? ജോർജിയയാണ്. ഫിലാഡൽഫിയയിൽ വെച്ചിട്ടാണ് ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് നടന്നത്. തുടർന്ന് വ്യവസായങ്ങൾക്കും വ്യാപാരത്തിനും ഏർപ്പെടുത്തിയിട്ടുള്ള നിയന്ത്രണങ്ങൾ നീക്കണമെന്നും തങ്ങളുടെ അംഗീകാരമില്ലാതെ നികുതി ചുമത്തരുതെന്നും കോളനി ആവശ്യപ്പെട്ടു. എന്നിട്ട് അത് ഇംഗ്ലണ്ടിലെ രാജാവിന് നിവേദനം കൊടുത്തു. അതായത് വ്യവസായങ്ങൾക്കും വ്യാപാരത്തിനും ഒക്കെ ഏർപ്പെടുത്തിയിട്ടുള്ള നിയന്ത്രണം നീക്കണം, പിന്നെ നമ്മുടെ ആവശ്യമില്ലാതെ അല്ലെങ്കിൽ നമ്മുടെ അംഗീകാരം ഇല്ലാതെ നിങ്ങൾ നികുതി ചുമത്തരുതെന്നും കോളനി ആർക്കൊരു നിവേദനം കൊടുത്തു? ഇംഗ്ലണ്ടിലെ രാജാവിന് നിവേദനം കൊടുത്തു. എന്നാൽ രാജാവ് ജനങ്ങളെ അടിച്ചമർത്താനായിട്ട് സൈന്യത്തെ അയക്കുകയാണ് ഉണ്ടായത്. ഇത് ഇംഗ്ലണ്ടും കോളനികളും തമ്മിലുള്ള യുദ്ധത്തിന് വഴിതെളിച്ചു. 1774-ലായിരുന്നു ഒന്നാം കോണ്ടിനെന്റൽ സമരം. ഈ രണ്ടാം കോണ്ടിനെന്റൽ സമരം വിളിച്ചു ചേർത്തു. രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസ് വിളിച്ചു ചേർത്തു ഫിലാഡൽഫിയയിൽ തന്നെ 1775-ല്. ജോർജ് വാഷിംഗ്ടണിനെ ഈ കോണ്ടിനെന്റൽ സൈന്യത്തിന്റെ തലവനായിട്ട് തെരഞ്ഞെടുത്തു. ഈ സമയം തോമസ് പെയിൻ, ആരാണ്? തോമസ് പെയിൻ തന്റെ കോമൺ സെൻസ് എന്ന ലഘുലേഖയിലൂടെ ഏതെങ്കിലും വിദേശ ശക്തിക്ക്, അതായത് ഇംഗ്ലണ്ടിന്, ഈ വൻകര, നമ്മുടെ വടക്കേ അമേരിക്ക എന്ന വൻകര ദീർഘകാലം കീഴടങ്ങി കഴിയണമെന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല എന്ന് പ്രഖ്യാപിച്ചു. ഇങ്ങനെ പ്രഖ്യാപിച്ചത് ആരാണ്? തോമസ് പെയിൻ ആണ്. അദ്ദേഹത്തിന്റെ കോമൺ സെൻസ് എന്ന ലഘുലേഖയിലൂടെയാണ് പ്രഖ്യാപിച്ചത്. എന്താണ് പറഞ്ഞത്? ഏതെങ്കിലും വിദേശ ശക്തിക്ക് ഈ വൻകര ദീർഘകാലം കീഴടങ്ങി കഴിയുമെന്ന് യുക്തിക്ക് നിരക്കുന്നതല്ല. അങ്ങനെ 1775-ലാണ് രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസ് ഫിലാഡൽഫിയയിൽ ചേർന്നത്. അതിൽ കോണ്ടിനെന്റൽ സൈന്യത്തിന്റെ തലവനായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് ജോർജ് വാഷിംഗ്ടൺ ആണ്. 1776 ജൂലൈ 4-ന്, ഡേറ്റ് മറക്കരുത്, ജൂലൈ 4, 1776 ജൂലൈ 4-ന് മൂന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് ലോക പ്രശസ്തമായ അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തി. 1776 ജൂലൈ 4-നാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയത്. ഇത് മൂന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ചിട്ടാണ് ഇത് നടത്തിയത്. ഇതിന് നമ്മുടെ ഈ സ്വാതന്ത്ര്യ പ്രഖ്യാപനം, അമേരിക്കയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം എഴുതി തയ്യാറാക്കിയത് തോമസ് ജെഫേഴ്സണും
ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനും ചേർന്നിട്ടാണ്. പരീക്ഷയ്ക്ക് ചോദിക്കും, അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം എന്നായിരുന്നു 1776 ജൂലൈ 4-ന്. ഇത് ആരൊക്കെയാണ് പ്രഖ്യാപനം നടത്തിയത് അല്ലെങ്കിൽ എഴുതി തയ്യാറാക്കിയത്? തോമസ് ജെഫേഴ്സണും ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനും. ഇതോടെ ഇംഗ്ലണ്ടും അമേരിക്കൻ കോളനികളും തമ്മിൽ ആരംഭിച്ച യുദ്ധം 1781 അവസാനിച്ചു. 1783 പാരിസ് ഉടമ്പടി പ്രകാരം ഇംഗ്ലണ്ട് 13 കോളനികളുടെ സ്വാതന്ത്ര്യം അംഗീകരിച്ചു. അപ്പൊ 1781 ഇംഗ്ലണ്ടും അമേരിക്കൻ കോളനികളും തമ്മിൽ ആരംഭിച്ച യുദ്ധം അവസാനിച്ചു. 1783 അവരൊരു ഉടമ്പടി ഉണ്ടാക്കി, അതാണ് പാരീസ് ഉടമ്പടി. ഈ പാരീസ് ഉടമ്പടി പ്രകാരം ഇംഗ്ലണ്ട് 13 കോളനികളുടെ സ്വാതന്ത്ര്യം അംഗീകരിച്ചു. തുടർന്ന് ജെയിംസ് മാഡിസന്റെ നേതൃത്വത്തില് അമേരിക്കയ്ക്കായിട്ടൊരു ഭരണഘടന തയ്യാറാക്കപ്പെട്ടു. അപ്പം അമേരിക്കയ്ക്കായിട്ടൊരു ഭരണഘടന തയ്യാറാക്കപ്പെട്ടത് ജെയിംസ് മാഡിസന്റെ നേതൃത്വത്തിലാണ്. അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം എഴുതി തയ്യാറാക്കിയത് തോമസ് ജെഫേഴ്സണും ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനും ചേർന്നിട്ടാണ്. ഭരണഘടന എഴുതിയത് ജെയിംസ് മാഡിസൺ ആണ്. പുതിയ ഭരണഘടന പ്രകാരം അമേരിക്കൻ ഐക്യനാടുകളുടെ ആദ്യത്തെ പ്രസിഡന്റായിട്ട് സെലക്ട് ചെയ്യപ്പെട്ടത് ജോർജ് വാഷിംഗ്ടൺ ആണ്. രണ്ടാം കോണ്ടിനെന്റൽ സമരത്തില് കോണ്ടിനെന്റൽ സൈന്യത്തിന്റെ തലവനായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട ജോർജ് വാഷിംഗ്ടൺ ആണ് പുതിയ ഭരണഘടന പ്രകാരം ആരെഴുതി തയ്യാറാക്കിയ ജെയിംസ് മാഡിസൺ എഴുതി തയ്യാറാക്കിയ ഭരണഘടന പ്രകാരം അമേരിക്കൻ ഐക്യനാടുകളുടെ ആദ്യത്തെ പ്രസിഡന്റായത്. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം പിൽക്കാല ലോക ചരിത്രത്തിൽ ചെലുത്തിയ സ്വാധീനങ്ങളാണ്. പിൽക്കാല സ്വാതന്ത്ര്യ സമരങ്ങൾക്ക് വിപ്ലവങ്ങൾക്കും പ്രചോദനവും ലക്ഷ്യബോധവും നൽകി. ഏത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം? റിപ്പബ്ലിക്കൻ ഭരണരീതി എന്ന ആശയം മുന്നോട്ട് വെച്ചു. ആര്? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. സംസ്ഥാനങ്ങൾക്കും സ്വാതന്ത്ര്യവും അധികാരവും നൽകുന്ന ഫെഡറൽ രാഷ്ട്രം എന്ന ആശയം ലോകത്തിന് നൽകി. അതുപോലെ തന്നെ റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ, ലിഖിത ഭരണഘടനയ്ക്ക് തുടക്കമിട്ടു. ലോകത്തിലെ തന്നെ ആദ്യത്തെ ലിഖിത ഭരണഘടനയാണ് അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ. പിൽക്കാല സ്വാതന്ത്ര്യ സമരങ്ങൾക്കും വിപ്ലവങ്ങൾക്കും പ്രചോദനവും ലക്ഷ്യബോധവും നൽകി. റിപ്പബ്ലിക്കൻ ഭരണരീതി എന്ന ആശയം മുന്നോട്ട് വെച്ചു. സംസ്ഥാനങ്ങൾക്കും സ്വാതന്ത്ര്യവും അധികാരവും നൽകുന്ന ഫെഡറൽ രാഷ്ട്രം എന്ന ആശയം ലോകത്തിന് നൽകി. ലിഖിത ഭരണഘടനയ്ക്ക് തുടക്കമിട്ടു. ഇനി നമ്മൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് PSC ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ ചോദ്യം, ബോസ്റ്റൺ ടീ പാർട്ടിയുമായി ബന്ധപ്പെട്ട യുദ്ധം ഏതാണ്? ഏതാണ് ബോസ്റ്റൺ ടീ പാർട്ടി? നമുക്കറിയാം ഏതാണ് 13 കോളനികളിൽ വന്നിട്ടുള്ള തേയിലയെ മൊത്തം വെള്ളത്തിലേക്ക് എടുത്ത് ഒഴുക്കിക്കളഞ്ഞു. ഇതാണ് ബോസ്റ്റൺ ടീ പാർട്ടി എന്നറിയപ്പെടുന്നത്. ഇത് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള അമേരിക്കയുടെ യുദ്ധവുമായി ബന്ധപ്പെട്ടതാണ് ബോസ്റ്റൺ ടീ പാർട്ടി. AD 1774 അമേരിക്കയുടെ സ്വാതന്ത്ര്യ സമരം ആരംഭിച്ച കാലഘട്ടത്തിൽ അമേരിക്കയിൽ കുടിയേറി പാർത്തവർ ഇംഗ്ലണ്ടിലെ രാജാവ് ജോർജ് മൂന്നാമന് കൊടുത്ത പരാതിയുടെ പേരാണ് ദി ഒലിവർ ബ്രാഞ്ച് പെറ്റീഷൻ. എന്താണ് ഒലിവർ ബ്രാഞ്ച് പെറ്റീഷൻ? AD 1774 അമേരിക്കയുടെ സ്വാതന്ത്ര്യ സമരം ആരംഭിച്ച കാലഘട്ടത്തില് അമേരിക്കയിൽ കുടിയേറി പാർത്തവര് ഇംഗ്ലണ്ടിലെ രാജാവ് ജോർജ് മൂന്നാമന് കൊടുത്ത പരാതിയുടെ പേരാണ് ദ ഒലിവ് ബ്രാഞ്ച് പെറ്റീഷൻ എന്നത്. ഒലിവ് ബ്രാഞ്ച് പെറ്റീഷൻ. 1766 ബ്രിട്ടനെതിരായി അമേരിക്കയിൽ കുടിയേറി പാർത്തവർ ഉയർത്തിയ മുദ്രാവാക്യമാണ് നോ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെന്റേഷൻ, അഥവാ പ്രാതിനിധ്യം ഇല്ലാത്തവരിൽ നിന്ന് കരം ചുമത്താൻ പാടില്ല. അപ്പം എന്താണ്? 1766 ബ്രിട്ടനെതിരായ അമേരിക്കയിൽ കുടിയേറി പാർത്തവർ ഉയർത്തിയ മുദ്രാവാക്യമാണ് നോ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെന്റേഷൻ, അഥവാ പ്രാതിനിധ്യം ഇല്ലാത്തവരിൽ നിന്ന് കരം ചുമത്താൻ പാടില്ല. അമേരിക്കൻ പ്രസിഡന്റിന്റെ ഔദ്യോഗിക വസതി ഏത്? വൈറ്റ് ഹൗസ് ആണ്. അമേരിക്കയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ആദ്യത്തെ യുദ്ധം ഏതു വർഷമാണ് ആരംഭിച്ചത്? AD 1775 അമേരിക്കയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള ആദ്യത്തെ യുദ്ധം ആരംഭിച്ചത്. അമേരിക്കയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുണ്ടായ യുദ്ധത്തിന്റെ സമാധാന ഉടമ്പടി, പാരീസ് ഉടമ്പടി ഒപ്പുവെച്ചതെന്ന് 1783 സമാധാന ഉടമ്പടിയായ പാരീസ് ഉടമ്പടി ഒപ്പുവെച്ചത്. അമേരിക്കയുടെ കോളനികളില് സ്റ്റാമ്പ് ആക്ട് പ്രാബല്യത്തിൽ വന്നത് 1765 അമേരിക്കയുടെ കോളനികളില് സ്റ്റാമ്പ് ആക്ട് നിലവിൽ വന്നത് 1765 ചരിത്രത്തിൽ ആദ്യമായി എഴുതപ്പെട്ട കർക്കശമായ ഭരണഘടന ഉണ്ടായത് ഏത് രാജ്യത്താണ്? അത് അമേരിക്കയിലാണ്.
USA ഒരു പുതിയ ഭരണഘടന രൂപവൽക്കരിക്കുന്നതിന് 1787 പ്രതിനിധികളുടെ ആദ്യത്തെ സഭ സമ്മേളിച്ചത് എവിടെയാണ്? ഫിലാഡൽഫിയയിലാണ്. അതുപോലെ തന്നെ പ്രശസ്ത അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയത് എവിടെ വെച്ചാണ്? അത് ഫിലാഡൽഫിയയിൽ വെച്ചിട്ടാണ്. അമേരിക്കയിലെ കോളനികളിൽ കരം ചുമത്തുന്നതിന് 1766 ബ്രിട്ടനിലെ പാർലമെന്റ് പാസാക്കിയ ആക്ട് ആണ് ദ ഡിക്ലറേറ്ററി ആക്ട്. അപ്പൊ എന്താണ്? അമേരിക്കൻ കോളനികളുടെ സ്റ്റാമ്പ് ആക്ട് പ്രാബല്യത്തിൽ വന്നത് 1765 ആ പിറ്റേ വർഷം 1766 അമേരിക്കയിലെ കോളനികളിൽ കരം ചുമത്തുന്നതിന് ബ്രിട്ടനിലെ പാർലമെന്റ് പാസാക്കിയ ആക്ട് ആണ് ദ ഡിക്ലറേറ്ററി ആക്ട് എന്നത്. അമേരിക്കയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള യുദ്ധം എന്ന് തുടങ്ങി എന്നാണ്? 1775 അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം നടന്ന കാലഘട്ടം 1775 മുതൽ 1780 പാരീസ് ഉടമ്പടി ഒപ്പുവെക്കുന്നത് വരെയാണ്. ബ്രിട്ടൻ അമേരിക്കയുടെ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചത് ഏത് ഉടമ്പടി പ്രകാരമാണ്? 1783 പാരീസ് ഉടമ്പടി പ്രകാരമാണ്. അമേരിക്കയുടെ സ്വാതന്ത്ര്യ ദിനം എന്നാണ്? ജൂലൈ 4 അമേരിക്കയുടെ സ്വാതന്ത്ര്യ ദിനം. 1773 ബോസ്റ്റൺ ടീ പാർട്ടി എന്നറിയപ്പെട്ട സംഭവം ഏത് വർഷമാണ് നടന്നത്? 1773 ബോസ്റ്റൺ ടീ പാർട്ടി സംഭവം നടന്നത്. ഇത് ഏത് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം ഉണ്ടായ വർഷമേത്? 1776 ജൂലൈ 4 അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിന്റെ മുഖ്യ ശില്പി ആരായിരുന്നു? തോമസ് ജെഫേഴ്സൺ ആണ്. തോമസ് ജെഫേഴ്സൺ ആയിരുന്നു അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിന്റെ മുഖ്യ ശില്പി. അമേരിക്കയില് എത്ര കോളനികൾ ചേർന്നാണ് ബ്രിട്ടനെതിരെ സ്വാതന്ത്ര്യ സമരം നടത്തിയത്? 13. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല. നേരത്തെ നമ്മൾ പറഞ്ഞു ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അമേരിക്കൻ വിപ്ലവവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. 1775 അമേരിക്കൻ കോളനി സേന ബ്രിട്ടീഷ് രാജാവിന് സമർപ്പിച്ച നിവേദനം അറിയപ്പെടുന്നത് ഒലിവ് ബ്രാഞ്ച് എന്നാണ്. ഒലിവ് ശാഖ നിവേദനം എന്നാണ്. അമേരിക്കയിലെ കോളനി സേനയുടെ തലവൻ ആരായിരുന്നു? ജോർജ് വാഷിംഗ്ടൺ ആയിരുന്നു. ലോകത്തിലെ ആദ്യത്തെ ലിഖിത ഭരണഘടന ഏത്? അമേരിക്കൻ ഭരണഘടന. ഈ അമേരിക്കൻ ഭരണഘടനയുടെ പിതാവ് അല്ലെങ്കിൽ എഴുതി തയ്യാറാക്കിയത് ആരാണ്? ജെയിംസ് മാഡിസൺ ആണ്. സ്വാതന്ത്ര്യത്തോടനുബന്ധിച്ച് അമേരിക്കയ്ക്ക് സ്റ്റാച്യു ഓഫ് ലിബർട്ടി സമ്മാനമായി നൽകിയ രാജ്യമാണ് ഫ്രാൻസ്. സ്വാതന്ത്ര്യത്തോടനുബന്ധിച്ച് അമേരിക്കയ്ക്ക് സ്റ്റാച്യു ഓഫ് ലിബർട്ടി സമ്മാനമായി നൽകിയത് ഫ്രാൻസ് ആണ്. ഈ സ്റ്റാച്യു ഓഫ് ലിബർട്ടി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ന്യൂയോർക്ക് നഗരത്തിനടുത്തുള്ള ഒരു ദ്വീപുണ്ട്. ഈ ദ്വീപിലാണ് സ്റ്റാച്യു ഓഫ് ലിബർട്ടി സ്ഥിതി ചെയ്യുന്നത്. അമേരിക്കയിലെ ആദ്യകാല കുടിയേറ്റക്കാർ അറിയപ്പെട്ടിരുന്നത് തീർത്ഥാടകർ അഥവാ തീർത്ഥാടക പിതാക്കന്മാർ എന്നാണ്. അമേരിക്കയുടെ രാഷ്ട്രപിതാവ് എന്നറിയപ്പെടുന്ന ആദ്യത്തെ പ്രസിഡന്റ് ആണ് ജോർജ് വാഷിംഗ്ടൺ. 1776 ജൂലൈ 4 പ്രാധാന്യം എന്താണ്? അമേരിക്കയുടെ സ്വാതന്ത്ര്യം ആണ്. രണ്ടാമത്തെ അമേരിക്കൻ പ്രസിഡന്റ് ആര്? ജോൺ ആഡംസ്. ആദ്യത്തേത് ജോർജ് വാഷിംഗ്ടൺ ആണ്. രണ്ടാമത്തേത് ജോൺ ആഡംസ് ആണ്. അമേരിക്കയിൽ ആദ്യമായി സെൻസസ് നടന്ന വർഷം ഏത്? 1790 അമേരിക്കയിൽ ആദ്യമായിട്ട് സെൻസസ് നടന്ന്. അമേരിക്കൻ വിപ്ലവം ആസ്പദമാക്കി അങ്കിൾ ടോംസ് ക്യാബിൻ രചിച്ചത് ഹാരിയറ്റ് ബീച്ചർ സ്റ്റോവ് ആണ്. അമേരിക്കൻ വിപ്ലവം ആസ്പദമാക്കി ഉള്ള ഒരു പുസ്തകമാണ് അങ്കിൾ ടോംസ് ക്യാബിൻ. ഇത് രചിച്ചത് ഹാരിയറ്റ് ബീച്ചർ സ്റ്റോവ് ആണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, അമേരിക്കൻ വിപ്ലവകാരികളെ സഹായിച്ച ഫ്രഞ്ച് ചക്രവർത്തി ആര്? ലൂയി 16 ലൂയി 16 അമേരിക്കൻ വിപ്ലവകാരികളെ സഹായിച്ച ഫ്രഞ്ച് ചക്രവർത്തി. ഓക്കെ, ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്സുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. കൂടുതൽ ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു.